മാരുതിയുടെ വാഗണാർ 2015 സിംഗിൾ ഓണർഷിപ്പ്, 61,000 കിലോമീറ്റർ, ഓപ്ഷൻ വരുന്ന VXi ആണ്. മാരുതി സെൻ 2000 മോഡൽ ഇപ്പോൾ റീടെസ്റ്റ് ആയി നിൽക്കുകയാണ്. ഇപ്പോൾ റീടെസ്റ്റ് ചെയ്യണം. എടുക്കുന്നവർ ടെസ്റ്റ് ചെയ്തു എടുക്കേണ്ടി വരും. നിലവിൽ കാണുന്ന കണ്ടീഷനിൽ വെറും 25,000 രൂപ. ഡാറ്റ്സൺ റെഡിഗോ 2018 ഓണർഷിപ്പ് എങ്ങനെ? സിംഗിൾ ഓണർ, ടയേഴ്സ് എല്ലാം പുതിയതാണ്. കിലോമീറ്റർ 48,000. ഓൾസോൺ പോളോ ഡീസൽ കംഫർട്ട് ലൈൻ 2012 മോഡൽ, 78,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. ഫോർഡ് ഫിഗോ പെട്രോൾ 2018 മോഡൽ, കിലോമീറ്റർ വെറും 35,000, ഓണർഷിപ്പ് സിംഗിൾ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ കരിക്കോട് ഷാപ്പുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. കൊല്ലം യൂസ്ഡ് കാസിലാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. കറക്റ്റ് പറയണമെന്ന് പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് നിന്ന് ചന്ദനത്തോപ്പ്, കുണ്ടറ, കൊട്ടാരക്കരയൊക്കെ പോകുന്ന റൂട്ടിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ അടുത്തായിട്ട് ഒരു ഫോർഡിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഫോർഡിൻ്റെ ഇപ്പം ഈ വിൽപ്പന ഇല്ലല്ലോ, അപ്പോൾ സർവീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്ഥലം മനസ്സിലാവാൻ അതൊരു ക്ലൂ ആയിട്ടിരിക്കട്ടെ. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ചില കടകളുടെ, അതായത് ഇപ്പോൾ ട്രൂ വാലിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കടയുടെയൊക്കെ വീഡിയോസൊക്കെ ഇടാൻ നേരത്ത് ഒരുപാട് ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ട്. തനൂപിൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കാരാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ ഇന്ന കടയിലെ വീഡിയോസ് ഇനി തൊട്ട് ചെയ്യരുത്, തൻ്റെ റീച്ച് പോവും, തൻ്റെ ഒരു ക്വാളിറ്റി പോവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയാൻ ചേട്ടന്മാരോട് ഞാൻ പറയുന്നത് പറഞ്ഞാൽ, ഞാൻ അങ്ങനെയുള്ള കട ഒഴിവാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ഒരുപാട് വട്ടവും ഒരു മാസം ഒന്നിലധികം പ്രാവശ്യമൊക്കെ വിളിച്ചിട്ട് ഒരു 3 ആഴ്ചയൊക്കെ ആകുമ്പോഴേ വാ നമുക്ക് വീഡിയോസ് അടുത്ത ചെയ്യാമെന്ന് പറയാൻ മാത്രമുള്ള കച്ചവടം ആ കടയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പം ചേട്ടന് ബോധിക്കുന്നൊരു വില അല്ലായിരിക്കാം. ഇപ്പോൾ എനിക്ക് ബോധിക്കുന്ന വില ചേട്ടന് ബോധിക്കണമെന്നില്ലല്ലോ. എന്ന് പറയുന്ന പോലെ ഓരോ ആൾക്കാർക്ക് ഓരോ മൈൻഡല്ലേ. അപ്പം ഈ ഷോപ്പിലെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. ചിലപ്പോൾ ആ പ്രൈസിനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നമുക്ക് ആ ഷോപ്പ് ഉപകരിക്കാത്ത രീതിയിൽ കളയാൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് പേര് അത് വീണ്ടും വീണ്ടും വന്ന് വണ്ടികൾ എടുക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഷോപ്പിനെ കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഷോപ്പുകൾ വീണ്ടും വീണ്ടും പോയി വീഡിയോസ് എടുക്കുന്നത്. അപ്പം അങ്ങനെ എടുക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഇനി വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊന്നും പറഞ്ഞു കളയരുത്. അത് നമുക്ക് സങ്കടമുണ്ട്. അതായത് എനിക്ക് സങ്കടമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ചെയ്യുന്നതുകൊണ്ട് ആ കടയിൽ നിന്ന് വണ്ടികൾ പോകുന്നുണ്ട്, ആ ഷോപ്പിലെ ഓണറും ഹാപ്പിയാണ്, പിന്നെ എടുക്കുന്നവരും ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്തുകൂടാട്ടാ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പം നമുക്ക് ഇവിടുത്തെ പുതിയ വണ്ടികളുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ച് നോക്കിയിട്ട് വരാം. 2016 വോൾക്സ്വാഗൻ പോളോ കംഫർട്ട് ലൈൻ ഡീസൽ, 84,000 കിലോമീറ്റർ, സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ക്വാളിറ്റി വണ്ടിയാണ്. അത്യാവശ്യം ബോഡി നല്ല ക്വാളിറ്റി ഉണ്ട്. റീപെയിന്റ് ചെറുതായിട്ടൊക്കെ അവിടെയൊക്കെ ടച്ചിങ് ഉണ്ട്. അത്യാവശ്യം ഒരു 60% ടയറുണ്ട്. പിന്നെ ഇന്റീരിയറൊക്കെ സൂപ്പറാണ്. നോക്കിയോ, ആ ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ ചെയ്തിരിക്കുകയാണ് ലെതറിൻ്റെ ഇതിൽ. എന്ത് ഓടിയിട്ടുണ്ട്? കറക്റ്റ് 84 സംതിങ് ആയിട്ടുണ്ട്. അത്ര ഓടിയിട്ടുണ്ട്. എങ്ങനെയാണ്? ഒരു 18-20 മൈലേജ് പക്ക. നല്ല ഇന്റീരിയറിലുള്ള അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ വാഷിങ്ങിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പൊടിയുടെ പവറിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ഒരു 60% ടയറുണ്ട്, 67% ടയറുണ്ട്. എത്ര ചോദിക്കുന്ന ലാസ്റ്റ് നമ്മൾ 28-ാം തീയതി ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്നത് 3,60,000 രൂപയാണ്. 2016 പോളോ കംഫർട്ട് ലൈൻ, 84,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്. ഫെബ്രുവരി 28 വരെ. അപ്പോൾ അതിന് മുമ്പ് ബുക്ക് ചെയ്യണം. ഫിനാൻസ് ഏകദേശം 4 ലക്ഷം വരെ കിട്ടും. ഫുൾ ഫിനാൻസ് നമുക്ക് കൊടുക്കാം. ഫുൾ ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഓൾസോൺ പോളോ GT വേരിയന്റ് GT എന്ത് ഓടിയിട്ടുണ്ട്? എന്ന് പറഞ്ഞാൽ 61,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർഷിപ്പിൽ നിന്നാണ് സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ട്. ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ടയർ ഒരു 80% ഉണ്ട്. സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല. വേണം നോക്കിയാൽ കാണിക്കോ. സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല. പക്ക വണ്ടിയാണ്. നോക്കിയോ. ഇത് ഓടി കറക്റ്റ് 61,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ്, GT ആണ്, TSL ആണ്. ഈ സ്റ്റെപ്പിനി എന്ന് പറയുന്നത് പുതിയതായിട്ട് വാങ്ങിച്ച ടയേഴ്സ് ആയിരിക്കും അല്ലേ? അല്ലല്ല, ഫസ്റ്റ് ടയർ ആയിരിക്കുന്ന സ്റ്റെപ്പിന്. സെക്കൻഡ് ടയർ 4 ടയർ മാറിയിട്ടുണ്ട്. അതൊരു 90% ടയറുണ്ട്. ഇന്റീരിയറൊക്കെ നോക്കിയോ.
ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഇത് മൈലേജ് എങ്ങനെയാണ്? മൈലേജ് പെട്രോൾ ആകുമ്പോൾ കുറച്ച് മൈലേജ് കുറയാണ്. GTയുടെ ക്വാളിറ്റിയുടെ ഒരു മൈലേജ് ചെറിയ വ്യത്യാസം വരും. ഒരു 12-14 മൈലേജ് കിട്ടത്തുള്ളൂ. വണ്ടി ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഓട്ടോമാറ്റിക് ആണ്. എത്ര ചോദിക്കുന്നത്? നമ്മൾ ഈ 28-ാം തീയതിയുള്ള ഓഫർ റേറ്റ് ആണെങ്കിൽ 7,99,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഏതാണ്ട് 8 ലക്ഷം രൂപ വരെ ഫിനാൻസ് ഓക്കെയാണ്. ഇത് ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് വില? ഇറങ്ങിയപ്പോൾ കറക്റ്റ് 15-നകത്ത് എന്തായാലും വരും, 14-നകത്തൊക്കെ വരും. Volkswagen Polo ഡീസൽ കംഫർട്ട് ലൈൻ 2012 മോഡൽ, 78,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. ടയർ ആവറേജ്, വണ്ടി ക്വാളിറ്റി ഉണ്ട്, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ടച്ചിങ്ങും പോളിഷൊക്കെ ഉള്ളു. വേറെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഡീസലാണ്, 10-22 മൈലേജിനകത്ത് കിട്ടുന്നതാണ്. 20 മൈലേജ് പക്കാണ്. ഡീസലാണ്. ടയറൊക്കെ ആവശ്യത്തിന് ഉണ്ട്. ടയർ 4 ടയറുണ്ട്. ഇന്റീരിയറിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. നമ്മൾ ഈ ഓഫർ റേറ്റിലാണ് ഈ 2000 ഇതും ഫുൾ ഫിനാൻസ് കിട്ടും. ഫുൾ ഫിനാൻസ് കിട്ടും. ഏകദേശം ഒരു ചെറിയ എന്തെങ്കിലും ഒരു മുടക്കേ വരത്തുള്ളൂ. 2 ലക്ഷം രൂപ നമുക്ക് ഫിനാൻസ് കിട്ടും. നമ്മൾ 2,40,000 രൂപയാണ് ഇട്ടിരിക്കുന്ന ഓഫർ. അപ്പോൾ 28-ാം തീയതി വരാം. ഡീസൽ 2012 കംഫർട്ട് ലൈൻ, സെക്കൻഡ് ഓണർഷിപ്പ്, 78,000 കിലോമീറ്റർ. ഈ ഒരു 7 ദിവസത്തെ ഓഫർ എന്നുള്ള രീതിക്കാണ് കൊടുക്കുന്നത്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ഞങ്ങൾ നോക്കിയിട്ട് റീപ്ലേസ് ആയിട്ടൊന്നും കാണാം. ഹെഡ്ലൈറ്റ് റീപ്ലേസ് ഉണ്ട്. കാരണം ഈ ഹെഡ്ലൈറ്റ് റീപ്ലേസാണ്. ഇത് ഈ പഴയ ഹെഡ്ലൈറ്റ് മാറ്റി പഴയ ഹെഡ്ലൈറ്റ് വേണം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓഫർ ആയിട്ടാണ് 2 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും. ഡീസലാണ്, 18-20 മൈലേജ് കിട്ടും. 2012 കംഫർട്ട് ലൈൻ 2,40,000. 2018 നെക്സോൺ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ്, 47,000 കിലോമീറ്റർ. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പുതിയ 4 ടയറുണ്ട്. സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല. ഇതെന്താണ് ഈ ബീഡിങ് ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഷോറൂമിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. ഇന്നോ നാളെ കിട്ടും. അത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു, നമ്മളത് മാറ്റി. കിലോമീറ്റർ ജെന്യൂൻ സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർ നെക്സോൺ. ഏതാണ്ട് ഫുൾ ഫിനാൻസ് കിട്ടും. നമ്മൾ ഈ ഓഫർ റേറ്റിൽ നമ്മൾ 5,20,000 രൂപയ്ക്ക് നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നത്. ഏകദേശം പെട്രോൾ ഏകദേശം 6 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. XM ആണ് വേരിയൻറ്റ്. പിന്നെ ഇന്റീരിയർ ക്ലീൻ ചെയ്യാനുണ്ട്. ഞങ്ങൾ വണ്ടി എടുത്തതേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ ഒക്കെ ഈ വണ്ടി ഡെലിവറിക്ക് നമ്മൾ എല്ലാം ഓക്കെ കൊടുക്കാം. ഇത് മൈലേജ് എങ്ങനെയാണ്? മൈലേജ് നമുക്കൊരു 16, 17, 18 മൈലേജ് വരെ കിട്ടും. 18 മൈലേജ് മസ്റ്റാണ്. പെട്രോൾ ആണ്. വണ്ടി റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് ഫുൾ ഫിനാൻസ് കിട്ടും. 28-ാം തീയതി വരെ നമുക്കാണെങ്കിൽ 5,20,000 കൊടുക്കാം. വേറെ അപാകതകളൊന്നുമില്ല. വണ്ടി നമ്മൾ ഇന്റീരിയർ ചെയ്ത് വാട്ടർ സർവീസ് ചെയ്ത് ഓയിൽ ചെക്കപ്പ് ചെയ്ത് എല്ലാം വണ്ടി ഡെലിവറി ചെയ്യും. ഹുണ്ടായി i10 2018 സ്പോർട്സ് വേരിയൻറ്റ്, സെക്കൻഡ് ഓണർഷിപ്പ്, 67,000 കിലോമീറ്റർ. ഇത് ഏകദേശം നമ്മൾ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ 3,35,000 രൂപ കൊടുക്കാം. 2018 ഫുൾ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. ഏതാണ്ട് 4 ലക്ഷത്തോളം ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. നമുക്ക് ഫുൾ ഫിനാൻസിൽ കൊടുക്കാം. 3,35,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഫുൾ ഫിനാൻസിൽ. ഒരു പൈസ മുടക്കാതെ വണ്ടി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. 2018 ഓടിയത് 67 ജെന്യൂൻ കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്. 2018 അത്യാവശ്യം ഒരു 75% ആവറേജ് വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ ടയർ ഏകദേശം നല്ല ടയറാണ്. ഒരു 60% ടയറുണ്ട്. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവറൊക്കെ ഇട്ടിട്ടുണ്ട്. കൊള്ളാം. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല വണ്ടി. പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം വരുന്നത്. സ്പോർട്സ് വേരിയന്റ് ആണ്. i10 ആണ്. i10. ചോദ്യം എത്ര? 3,35,000 രൂപ ഫുൾ ഫിനാൻസിൽ വണ്ടി കിട്ടാം. ഷവർലെറ്റ് ബീറ്റ് LT ആണ്. ഫുൾ ഓപ്ഷൻ വേണ്ട വണ്ടിയാണ്. 2013 പെട്രോൾ ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. ഏകദേശം ടയറൊക്കെ പുത്തൻ ടയർ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടി. ഏതാണ്ട് 50-ൽ താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. 2013 LT ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഷവർലെറ്റ് ബീറ്റ്. ഇത്ര ക്വാളിറ്റിയുള്ള വണ്ടി ഈ ഇടയ്ക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത്ര ക്വാളിറ്റി വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടി. ചെറിയ സ്ക്രാച്ച്. അത് ഈ വണ്ടി ഓട്ടിക്കാതെ വീട്ടിലൊന്നുണ്ടോ? അത് ശരിയായി കൊടുക്കുമോ? അത് ശരിയായി കൊടുക്കാം. പെയിന്റ് കൊടുക്കാം. ഇത് നമ്മൾ ഓഫർ റേറ്റ് 1,20,000 രൂപ കൊടുക്കാം. 1,25,000. 2013 സിംഗിൾ ഓണർഷിപ്പാണ്. എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടി അത്ര ക്വാളിറ്റി ഉണ്ട്. ഈ വണ്ടി കിടന്ന ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുകയാണ്. 50-ൽ താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഡീസൽ? പെട്രോൾ 2013 പെട്രോൾ. ഈ വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. വൃത്തിയിടൊന്നുമില്ല. ടയർ 4 അപ്പോളോടെ പുതിയ ടയർ. ഇവിടുത്തെ മാത്രമുള്ളൊരു ഫോറിലായിട്ടുള്ളത്.
ഫ്രണ്ട് ടയർ ഇത് എത്ര പോരാ, ഈ ടയർ എത്ര പോരാ? അപ്പുറത്ത് പുതിയ ടയർ അടക്കം. പുതിയ ടയർ. ഓക്കെ, എത്ര ചോദ്യം? ചോദിക്കുന്ന 1,25,000 രൂപ. 1,25,000. 2013 സിംഗിൾ ഓണറാണ്. വണ്ടി ക്വാളിറ്റിയാണ്, പെട്രോളാണ്. ഇപ്പോൾ മാരുതിയുടെ വാഗണാർ 2015 സിംഗിൾ ഓണർഷിപ്പ്, 61,000 കിലോമീറ്റർ. ഓപ്ഷൻ വരുന്ന VXi ആണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്, സിംഗിളായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏകദേശം 3 ടയർ പുതിയതാണ്. ഒരു ടയർ ചെറിയ പ്രശ്നമുണ്ട്, മാറി കൊടുക്കും. അത് മാറി കൊടുക്കാം. ഇതും ഓഫർ റേറ്റ് കൊടുക്കാം. എന്നാൽ സിംഗിൾ ഓണർഷിപ്പാണ്, VXi ആണ്. 61,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം പക്ക. ഇൻഷുറൻസ് ലൈവിലുണ്ട്. ഏതാണ് 3 ലക്ഷം രൂപ ഫിനാൻസ് നമുക്ക് കിട്ടും. നമുക്ക് ലാസ്റ്റ് 3,49,000 കൊടുക്കാം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, ഒന്നുമില്ല. ഇന്റീരിയർ ക്ലീൻ ചെയ്ത് കൊടുക്കാം. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണേ ഏട്ടാ? കിലോമീറ്റർ ജെന്യൂൻ സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഹിസ്റ്ററി എടുക്കാമല്ലോ, ഇപ്പം നമുക്ക് അപ്ഡേഷൻ ആണല്ലോ ഹിസ്റ്ററി ഒക്കെ. സത്യം. ഓക്കെ, എത്ര ചോദ്യം? ചോദിക്കുന്ന 3,49,000 രൂപ. ഏകദേശം 3 ലക്ഷത്തി മേളിൽ ഫിനാൻസ് കിട്ടും. ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ ഒരു VXi ആണ്, സിംഗിൾ ഓണർഷിപ്പാണ്. ഹുണ്ടായി വെനു 2021 മോഡൽ. എന്താ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ വെറും 16,000. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. എക്സലന്റ് കണ്ടീഷൻ. സൺറൂഫൊക്കെ വരുന്ന വേരിയൻ്റ് ആണ്. പെട്രോളോ ഡീസലാ? പെട്രോള് 2021 മോഡൽ, 16,000 കിലോമീറ്റർ. ഹുണ്ടായി വെനു ടർബോ SX. ഷോപ്പിന് താഴെ ഉള്ളതല്ലേ? അതെ. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. സൺറൂഫ് ഉണ്ട്, പവർ വിൻഡോ, അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ സൺറൂഫ് വരുന്നുണ്ട്. എത്ര ചോദ്യം? ഇത് പിന്നെ ഓഫർ പ്രൈസ് 8,20. 8,20. ഓഫർ ഈ മാസം 28-ാം തീയതി വരെ മാത്രം. അത് കഴിഞ്ഞ് ഓഫർ ഉണ്ടാവില്ല. ഹുണ്ടായി ഇയോൺ 2017 ഇറ പ്ലസ്. ഓണർഷിപ്പ് സെക്കൻഡ്. എന്താ ഓടിയിട്ടുണ്ട്? 54,000. 54. 2 ഡോർ പവർ വിൻഡോ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. 2017 ഇയോൺ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ടയറൊക്കെ നല്ല ടയർ അടക്കുന്നത്. അതെ. വണ്ടിക്കകം നോക്കിയാലും നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകം അതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഒരു സ്റ്റീരിയോ മാനുവലാണ്. മാനുവലേ ഉള്ളല്ലേ. ഓൾറെഡി വണ്ടി കാണാനൊക്കെ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? 250. 250. അത് കുറയില്ലേ? ചെറുതായിട്ട് എന്തെങ്കിലും. എന്നാലും ചേട്ടാ, ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ആ തുകയല്ല, തുകയിൽ വ്യത്യാസമുണ്ട്. 10,000 രൂപയുടെ ഒരു വ്യത്യാസം വരുത്തി. 240 അല്ലേ എണ്ണ എന്നോട് പറഞ്ഞേ? ഫൈനൽ 240. ഫൈനലായിട്ട് കൊടുക്കാനോ? എസ്റ്റിലോ 2007 മോഡൽ. കളർ ഫെയ്ഡ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ്. ടയർ ആവറേജ് ടയർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഇടിച്ചാണോ? അല്ലല്ല. ബോണറ്റ്, ബമ്പർ അങ്ങനൊന്നും കുഴപ്പമില്ല? ഇല്ല. എന്ത് ഓടിയിട്ടുണ്ട്? 84,000. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. 2007 പറഞ്ഞാലും വണ്ടിക്കകം അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. പുതിയ സീറ്റ് കവർ ഇടുന്നതിൻ്റെതായ ഒരു 1 ലക്ഷം രൂപ കൊടുത്തേക്കാം. ഒന്നോ? 1 ലക്ഷം രൂപ. VXi ഫുൾ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. ഓക്കെ. ഓരോ വണ്ടി കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ടായിരിക്കുന്നത്. അതേപോലെ തുരുമ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എൻ്റെ തുരുമ്പ് ഇങ്ങനെയുള്ള ചെറിയൊരു ഇതേ ഉള്ളൂ, അല്ലാത്ത ദോഷം വേറെ ഒന്നും കണ്ടില്ല. ഓക്കെ. വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ ഗ്ലാസ് മാറി എന്നുള്ളതല്ലേ ഉള്ളൂ? അതേ ഉള്ളൂ. മാരുതി ഈക്കോ AC 2015 മോഡൽ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ പറയും. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 82,000. 5 സീറ്റർ AC. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്? കിലോമീറ്റർ ജെനുവിൻ. ടയർ കണ്ടീഷൻ, ബാക്ക് ടയർ മോശം, ഫ്രണ്ട് ടയർ പുതിയ ടയർ. ഫ്രണ്ട് നല്ല ടയറാണ് കിടക്കുന്നത്. 2015 ഈക്കോ 5 സീറ്റർ AC. കിലോമീറ്റർ 82,000. വണ്ടിക്കകമൊക്കെ കൊള്ളാം. ഓണർഷിപ്പ് സിംഗിൾ. ഓക്കെ. ടോപ്പ് ആയാലും ബാക്ക് ആയാലും ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അഴുക്കൊന്നുമില്ല. മേൽ സൈഡ് നോക്കിയാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് 250. 250 കുറയോ?
ചെറുതായിട്ട് മാറ്റങ്ങൾ. കേറ്റൻ ഓട്ടോമാറ്റിക് 2014 മോഡൽ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ 74,000. 74. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് ഓഫർ പ്രൈസ് 260. 260. ബാക്ക് ടയർ ആവറേജ്, എല്ലാം ആവറേജ് ടയേഴ്സാണ്. 2014 ഓൾട്ടോ കേറ്റൻ ഓട്ടോമാറ്റിക്. 2 ഡോർ പവർ വിൻഡോ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. വണ്ടിക്കകമൊക്കെ വൃത്തിയാണ്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ആ രീതി കാണാനൊക്കെ കൊള്ളാം. 2009 ഓൾട്ടോ LX. AC മാത്രം വരുന്ന വേരിയൻറ്റ്. പവർ സ്റ്റിയറിംഗ് ഇല്ല. ഓണർഷിപ്പ് സെക്കൻഡ്. ടയേഴ്സ് എല്ലാം പുതിയതാണ്. ഇപ്പോൾ റീടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി 5 വർഷത്തേക്ക് പേപ്പറിലാണ്. ഓക്കെ. ഈ സൈഡ് ബമ്പറിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ളൂ. അത് ക്ലിയർ ചെയ്ത് കൊടുക്കൂ. അത് ക്ലിയർ ചെയ്യുന്നല്ല ഈ കണ്ടീഷൻ. കിലോമീറ്റർ ഒക്കെ ജെനുവിനാണ്. 7 കിലോമീറ്റർ 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയേഴ്സ് എല്ലാം പുതിയ ടയേഴ്സാണ്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. 2009 ഓൾട്ടോ LX. കൂടിയ സീറ്റ് കവറുണ്ട്. ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. 5 വർഷം പേപ്പറുണ്ട്. ഇതിൻ്റെ ഓഫർ പ്രൈസ് 1 lakh. 1 lakh. 1,00,000 രൂപയ്ക്ക്. പവർ വിൻഡോസ് ഇല്ല. AC ഉണ്ട്. ടയേഴ്സ് പുതിയതാണ്. ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. 1,00,000. അതെ. ഡാറ്റ്സൺ റെഡിഗോ 2017. ഓണർഷിപ്പ് സെക്കൻഡ്. ഫ്രണ്ട് ടയർ പുതിയ ടയർ, ബാക്ക് ആവറേജ് ടയർ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ. കാണാൻ 2017 നിസാൻ ഡാറ്റ്സൺ റെഡിഗോ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കിലോമീറ്റർ 74,000. ജെന്യുവൻ കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. പെട്രോൾ. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് 20 മേളിൽ കിട്ടും. ഓക്കെ. അത്യാവശ്യം മോശമില്ലാത്തൊരു സീറ്റ് കവറൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്ക് ടയർ 2 ആവറേജ് ആണ്. ഫ്രണ്ട് ടയർ 2 പുത്തൻ ടയർ. പ്രൈസ് 175 175 ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളാണ്. അതെ. കാരണം അങ്ങനത്തെ വണ്ടി ഒരുപാടുണ്ട്. ഓൾട്ടോ LXi 2011 മോഡൽ. ഫുൾ ഓപ്ഷൻ. AC പവർ സ്റ്റിയറിംഗ്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 82,000. ജെന്യുവൻ കിലോമീറ്റർ അല്ലേ? അതെ ജെന്യുവൻ കിലോമീറ്റർ. പ്രൈസ് 125. ലാസ്റ്റ് പ്രൈസ് ആണോ? അതെ. ടയർ ബാക്ക് സൈഡ് ആവറേജ് ടയറേ ഉള്ളൂ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇല്ല. വണ്ടി അല്ലാത്ത പക്ഷം കാണാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചെറിയൊരു പാച്ച് വർക്കുണ്ട്. എൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഫോർഡ് ഫിഗോ പെട്രോൾ 2018 മോഡൽ. കിലോമീറ്റർ വെറും 35,000. ഓണർഷിപ്പ് സിംഗിൾ. റീപ്ലേസ് ഒന്നുമില്ല. ടയർ ഫുൾ ഓപ്ഷൻ അലോയ്. ഫുൾ ഓപ്ഷൻ അലോയ്സ് ഒക്കെ വരുന്ന ടൈറ്റാനിയം. വണ്ടി കാണാനൊക്കെ ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. റീപെയിൻറ്റ് കയറിയിട്ടുണ്ടോ? റീപെയിൻ്റ് ഒന്നുമില്ല. ഇല്ല. നല്ല സീറ്റ് കവറിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ വണ്ടിക്കകം കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. മാനുവലാണ്. ഇത് ഡീസലല്ലേ? പെട്രോൾ. ഇത് മൈലേജ് എങ്ങനെയാണ്? മൈലേജ് ഒരു 16 മേളിൽ കിട്ടും. 16 മേളിയുണ്ട്. എത്ര ചോദ്യം? ഇത് ഓഫർ പ്രൈസ് 350. 2018 പെട്രോൾ. ടൊയോട്ട എത്തിയോസ് പെട്രോൾ 2019 മോഡൽ. കിലോമീറ്റർ വെറും 35,000. സിംഗിൾ ഓണർ. എക്സലൻറ്റ് കണ്ടീഷൻ. 2019 പെട്രോൾ. മൈലേജ് എന്താ? മൈലേജ് 14 മുകളിൽ കിട്ടും. ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ പ്രത്യേകം വെച്ചിട്ടുണ്ട്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. ഫോർഡോ പവർ വിൻഡോ ആണ്. ബാക്ക് സൈഡ് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ടയർ ആവറേജ് ടയേഴ്സാണ്. റീപ്ലേസ് ആയിട്ട് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദ്യം? എത്ര? ഇത് ആക്ച്വൽ പ്രൈസ് 6 lakh ആണ്. ഇപ്പോൾ ഓഫർ പ്രൈസിൽ 549 കൊടുക്കാം. അതായത് ഈ മാസം 28-ാം തീയതി വരെ മാത്രം. അത് കഴിഞ്ഞ് ചോദിച്ചാൽ ഈ വിലയ്ക്ക് കിട്ടില്ല. ഒരാഴ്ചത്തേക്കുള്ളൊരു ഓഫർ. 2019 എത്തിയോസ് പെട്രോൾ വെറും 35,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. ഫോർഡ് ഫിയസ്റ്റ 2015 സിംഗിൾ ഓണർ പെട്രോൾ. ഫുൾ ഓപ്ഷൻ. പുത്തൻ ടയേഴ്സാണ് കേട്ടോ. അതെ. 4 സ്റ്റെപ്പിന് ഉൾപ്പെടെ 5 പുതിയ ടയർ. എക്സലൻറ്റ് കണ്ടീഷൻ. 2015 വെറും 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
എല്ലാം കമ്പനി സർവീസാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല, റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. ഡോക്ടർ യൂസ്ഡ് കാറാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യൂനാണ്. 64,000 കിലോമീറ്റർ. 66,000. 66. വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കമ്പനിയിൽ വരുന്ന സീറ്റാണ് ഇത്. നല്ല സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദ്യം? ഇത് 250. 250. ഡീസലല്ലേ? ഡീസൽ. പെട്രോൾ. ഓക്കെ. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് 14 മുകളിൽ കിട്ടും. 14. ഓക്കെ. 2015 ഫോർഡ് ഫിയസ്റ്റ പെട്രോൾ, സിംഗിൾ ഓണർ, വെറും 66,000 കിലോമീറ്റർ, എക്സലൻറ്റ് കണ്ടീഷൻ. മാരുതി ബ്രീസ 2017 ഡീസൽ VDI. ടയർ ആവറേജ് ഇടാകാസാണ് കിടക്കുന്നത്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ ഒക്കെ എങ്ങനെ? കിലോമീറ്റർ 74,000. 74. ജെന്യൂൻ കിലോമീറ്റർ ഒക്കെ ആണേ? ജെന്യൂൻ കിലോമീറ്റർ. ഓടോ പവറിൻ്റെ ആണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഡ്യുവൽ എയർ ബാഗ്സ്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല. ബാക്കിലൊക്കെ വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് ഓഫർ പ്രൈസ് 675. 670. ഈ മാസം 28-ാം തീയതി വരെ മാത്രം ഓഫർ. 90% ലോൺ കിട്ടും. ഇപ്പോൾ ലോണിന് ലാൻഡ് ടാക്സ് നിർബന്ധമില്ല. നല്ല പ്രൊഫൈലാണെങ്കിൽ ലാൻഡ് ടാക്സ് ഇല്ലാതെ ലോൺ കിട്ടും. ഓൾട്ടോ LXi 2014 മോഡൽ, സെക്കൻഡ് ഓണർ, കിലോമീറ്റർ 74,000. ടയേഴ്സ് എല്ലാം പുതിയതാണ്, എക്സലൻറ്റ് കണ്ടീഷൻ, ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിൻ്റെ പ്രൈസ് 185. എല്ലാ ടയറും പുതുതായിട്ട് ഇട്ടേക്കും അല്ലേ? അതെ. ഓൾട്ടോ LXi 2014. നല്ല സീറ്റ് കവറുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ, സെറ്റ്, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 185. അതിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടോ? ചെറുതായിട്ട് എന്തെങ്കിലും. ഓക്കെ. എല്ലാ ടയേഴ്സും പുത്തൻ ടയറാണ്. അപ്പോൾ ടയർ ഇനിയും ടയേഴ്സ് എല്ലാം പുതിയതാണ്. ഇത് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണോ? ഫുള്ള് കിട്ടും. ഡിസയർ VDI 2013 ഡീസലാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിൻ്റെ വരും. പുതിയ ടയേഴ്സാണ്. അലോയ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല, എക്സലൻറ്റ് കണ്ടീഷനാണ്. 2013 VDI ഡീസൽ. എത്ര ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 89,000. ഇത് പ്രൈസ് 385. 385. ആൻഡ്രോയിഡ് സെറ്റൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് അകമൊക്കെ നല്ല വൃത്തിയുണ്ട്. അതൊന്നും കുഴപ്പമില്ല. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. 2013 VDI ഡീസൽ, കിലോമീറ്റർ 89,000. ഈ ബാക്ക് സീറ്റ് കവർ ഉണ്ട്, ഫ്രണ്ടിൽ സീറ്റ് കവർ ഇളക്കിയതാണോ? അതെ. ഓടോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. എത്ര ചോദിച്ചാൽ? 385. സ്ലൈഡ്ലി നെഗോഷ്യബിൾ. ഫുൾ ലോൺ കയറുമോ? ഫുള്ള് ഒരു 90% കിട്ടും. ഓൾട്ടോ LXi 2012 മോഡൽ, 71,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. പുത്തൻ ടയേഴ്സാണ് അല്ലേ? ടയേഴ്സ് എല്ലാം പുതിയതാണ്, റീപ്ലേസ് ഒന്നുമില്ല. ഇത് പ്രൈസ് ഫൈൻ ഓഫർ പ്രൈസ് 160. 2012 ഓൾട്ടോ LXi, AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ, സെക്കൻഡ് ഓണർ, ടയേഴ്സ് എല്ലാം പുതിയതാണ്. ഇതിന് ഒരു 125, 140 വരെ ലോൺ കിട്ടും. ഫൈനൽ ഓഫർ പ്രൈസ് 160. 2012 ഓൾട്ടോ LXi. സീറ്റ് കവർ ചെയ്തിട്ടില്ല, പക്ഷേ ഫോർമാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. 2 ഡോർ പവറിൻ്റെ ആണ്. ഡാറ്റ്സൺ റെഡിഗോ 2018. ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ഓണർ. ടയേഴ്സ് എല്ലാം പുതിയതാണ്. കിലോമീറ്റർ 48,000. ഇതിന് സ്പെഷ്യൽ ഓഫറാണ്. അതായത് 185. 220 കാറാണ് ഇത്. സ്പെഷ്യൽ ഓഫറിൽ 185 കൊടുക്കാം. 2 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. 2018 ഡാറ്റ്സൺ റെഡിഗോ പെട്രോൾ, AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ. സോറി, AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ, പവർ വിൻഡോ ഇല്ല. പവർ വിൻഡോ ഇല്ല. 2018, 48,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ഓഫർ പ്രൈസ് 185. 2 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. ഇത് മൈലേജ് എന്താണ്? മൈലേജ് 20 മുകളിൽ കിട്ടും. 20 മുകളിലുണ്ട്. അത്യാവശ്യം വണ്ടി കാണാനൊക്കെ സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ തന്നെയാണ്. സീറ്റ് കവറുണ്ട്. ഈ ബാക്കിൽ ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്ക് സൈഡ് ഇത്തിരി കീറിയിരിപ്പുണ്ട്. അല്ലാത്ത വർഷം വേറെ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. എത്ര ചോദ്യം? 160. ഇത് ഓഫർ പ്രൈസ് 185. 2018 മോഡലാണ്. 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലോൺ കിട്ടും. വാഗണർ ZXi ഫുൾ ഓപ്ഷൻ 2019 മോഡൽ,
കിലോമീറ്റർ വെറും 13,000. ഫസ്റ്റ് ടയർ തന്നെ. ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ആ ഡോറിൽ അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ടയേഴ്സ് എല്ലാം നല്ല ടയർ, ഫസ്റ്റ് ടയർ. ഇതിന് റീപ്ലേസ് ആയിട്ട് സ്പെഷ്യൽ ഓഫറാണ്, റീപ്ലേസ് ഒന്നുമില്ല. വെറും 4,50,000 രൂപ കൊടുത്തേക്കാം. ഫുള്ള് ലോൺ കിട്ടും. 5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 2019 ZXi. സനുവിൻ്റെ നിർബന്ധം കാരണം സ്പെഷ്യൽ ഓഫറിൽ ചെയ്യുക. നിർബന്ധം വെച്ചാലേ വീഡിയോ 2019 ZXi 450 എവിടെ നിന്ന് കിട്ടില്ല. അല്ല, മുതലാവും എല്ലാവർക്കും. നിങ്ങൾക്ക് കച്ചവടം, അവർക്ക് നല്ല വണ്ടി, കുറഞ്ഞ വിലയ്ക്ക് വണ്ടി കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ഈ വരുമ്പോൾ പറയുന്നത് ഇച്ചിരി വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറ എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം അതാ. കൊള്ളാം, വണ്ടി കൊള്ളാം. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കൊണ്ട് മാനുവലാണ്. ഓടോ പവറുണ്ട്, മിറർ അഡ്ജസ്റ്റ്. കേരളത്തിൽ എവിടെ വേണേലും ലോൺ ചെയ്ത് കൊടുക്കാം. ആധാറും പാനും വെച്ച് ലോൺ ഓക്കെ ആയതിനു ശേഷം മാത്രം വാഹനം വന്ന് കണ്ടാൽ മതി. ഓക്കെ. അപ്പം ഫുൾ ലോൺ കയറും. ഇത് ഫുൾ ലോൺ കിട്ടും. ഫുള്ളിന് മേളിൽ കിട്ടും. 5 ലക്ഷം വരെ ലോൺ കിട്ടും. ZXi ആണ് 2019 സിംഗിൾ ഓണർ. ZXi ഇൻഡിക്ക വിസ്റ്റ കോട്ടറായിട്ട് 2010 മോഡൽ. ടയർ ആവറേജ് ടയർ. വെറും 75,000 രൂപ കൊടുത്തേക്കാം. സ്പെഷ്യൽ ഓഫർ 28-ാം തീയതി വരെ. ഡീസൽ വണ്ടിയാണ്. അതെ, ഈ ഓഫർ 28-ാം തീയതി വരെ മാത്രം. അത് കഴിഞ്ഞ് ചോദിക്കരുത്. 2010 ടാറ്റ ഇൻഡിക്ക വിസ്റ്റ കോട്ടറാജറ്റ് ഡീസൽ വാഹനം വെറും 75,000 രൂപയ്ക്ക്. ആക്ച്വൽ പ്രൈസ് 1 lakh ആണ്. സ്പെഷ്യൽ ഓഫറിൽ വെറും 75,000 രൂപയ്ക്ക് കൊടുക്കാം. AC പവറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, ഡിഫോഗർ. വണ്ടിക്ക് അതൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. വണ്ടിക്ക് അകമൊക്കെ ഒരു വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും പഴകിയ വണ്ടിയുടേതായ പഴമയും ഉണ്ട്. തന്നെ അവിടെയൊക്കെ ഇച്ചിരി പെയിൻ്റൊക്കെ ശകലം പോയ പോലെയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഡോർ പാഡൊക്കെ നോക്കിയാലും ഒരു ആവറേജ് കണ്ടീഷൻ, അതിന് തൊട്ട് താഴെ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാൻ പറ്റും. പക്ഷേ തുരുമ്പായിട്ടൊന്നുമില്ല, ആ രീതിയിലൊന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ പെയിൻറ്റ് കുറച്ച് പോയിട്ടുണ്ട്. ഫെയ്ഡ് പോയതല്ല, ഫെയ്ഡ്. പക്ഷേ ഇവിടെ തന്നെ ഇത് റീപെയിൻ്റ് അല്ലേ, ഇവിടെ പെയിൻറ്റ് മാറിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് ഫൈനൽ 75. സ്പെഷ്യൽ ഓഫർ 1 lakhിൻ്റെ കാറാണ്. സ്പെഷ്യൽ ഓഫറിൽ 75,000 രൂപ കൊടുത്തേക്കാം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ, ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. 2009 മോഡൽ ഷെവർലെ സ്പാർക്ക്. 2009 ആണെങ്കിലും സിംഗിൾ ഓണറാണ്. വെറും 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിപ്പോൾ സ്പെഷ്യൽ ഓഫറിൽ റീടെസ്റ്റ് ചെയ്ത് വെറും 75,000 രൂപയ്ക്ക് കൊടുക്കാം. 1 ലക്ഷം രൂപയുടെ കാറാണ്. ഓഫറിൽ 75,000 രൂപയ്ക്ക് റീടെസ്റ്റ് 5 വർഷത്തേക്ക് റീടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടയറെല്ലാം പുതിയ ടയർ ഇട്ടേക്കുക. 2009 സിംഗിൾ ഓണർ, AC പവർ സ്റ്റിയറിംഗ്, സെറ്റ് സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല, എക്സലൻറ്റ് കണ്ടീഷനാണ്. റീടെസ്റ്റ് ചെയ്ത് വെറും 75,000 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലോ. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാം. ഡെലിവറി ഉണ്ടല്ലേ? എത്ര? 75 രൂപ. അതെ, തുരുമ്പൊന്നുമില്ല. വണ്ടി ആ രീതിയിലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. മാരുതി സെൻ 2000 മോഡൽ ഇപ്പോൾ റീടെസ്റ്റ് ആയി നിൽക്കുകയാണ്. ഇപ്പോൾ റീടെസ്റ്റ് ചെയ്യണം. എടുക്കുന്നവർ ടെസ്റ്റ് ചെയ്തു എടുക്കേണ്ടി വരും. നിലവിൽ കാണുന്ന കണ്ടീഷനിൽ വെറും 25,000 രൂപ. ഒരു ബൈക്കിൻ്റെ വില പ്രൈസ് പോലും ആവുന്നില്ല. ഇത് ഏത് വർഷം പറഞ്ഞേ? 2000. പഴയ വണ്ടിയാണ്. ഇപ്പോൾ റീപ്ലേസ് ആണോ? 2000 മോഡലിനകത്ത് റീപ്ലേസ് അതോ ഉണ്ടെങ്കിലും കുറ്റം പറയാൻ പറ്റില്ല. അതെ, എടുത്തിട്ട് കുറച്ച് രൂപ ഒന്ന് പണിയാനും കൂടിയൊക്കെ വെച്ചാൽ. AC ഉള്ള വാഹനമാണ്. AC വർക്കിംഗ് ആണോ എന്നുള്ളത് അറിയില്ല. 2000 മോഡൽ വെറും 25,000 രൂപ. ഇത്തിരി പണിയാനും കൂടിയുള്ള കുറച്ച് പൈസയും കൂടിയൊക്കെ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലേ വലിയ നഷ്ടം വരത്തില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആവറേജ് വലിയ തുരുമ്പ് അങ്ങനെ കണ്ടില്ല. പിന്നെ ടയറെല്ലാം മോശമാണ്. ടയറെല്ലാം മാറേണ്ടി വരും. 25 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ഇത്രയല്ലേ എന്തായാലും കിട്ടുകയുള്ളൂ. അതിൽ കൂടുതൽ ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സാൻഡ്രോ 2010 മോഡൽ ഫുൾ ഓപ്ഷനാണ്. 10 ആണെങ്കിലും സിംഗിൾ ഓണറാണ്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വാഹനം ഇപ്പോൾ റീടെസ്റ്റിന് സമയമായിട്ടുണ്ട്. റീടെസ്റ്റ് ചെയ്ത് വെറും 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. സിംഗിൾ ഓണർ. അതെ, റീടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണറാണ്. 64,000 ഓടിയിട്ടുള്ളൂ. ജെന്യുവൻ കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ. 2010 സാൻഡ്രോ. മൈലേജ് ഒരു 12-13. 14 മോഡൽ കിട്ടും. 14 മോഡൽ കിട്ടും.
വണ്ടി ഓവറോൾ കാണാനൊന്നും കുഴപ്പമില്ല. സർവീസൊക്കെ ചെയ്തെടുക്കുമ്പോൾ വൃത്തിയാവുമെന്നാണ് എൻ്റെയും പ്രതീക്ഷ. വേറെ സ്ക്രാച്ച് ഒന്നും കാണുന്നില്ല വലുതായിട്ട്. അപ്പുറത്തെ ഡോറിൽ സ്ക്രാച്ച് ഉണ്ട്, അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും അവർക്ക് പെയിൻറ്റ് ചെയ്യണം. ഞാൻ കണ്ടില്ലായിരുന്നു, അതാണ് ചോദിച്ചത്. 1.30 അല്ലേ? 1.30 ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർ, ഫുൾ ഓപ്ഷൻ, വെറും 64,000 കിലോമീറ്റർ ഓടിയ സാൻഡ്രോ. ഇതാണ് സ്ക്രാച്ച് പറഞ്ഞത്. ഓക്കെ, അവിടെ സ്ക്രാച്ച് ഉണ്ട്, അത് പെയിൻറ്റ് ചെയ്യണം. ടെസ്റ്റിന് എന്തായാലും പെയിൻറ്റ് ചെയ്യണം. മാരുതി 800 AC 2007 മോഡൽ. കൂടിയ ആലോയ്സൊക്കെ ചെയ്തിട്ടുണ്ട്. കെൻവുഡിൻ്റെ സെറ്റുണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, സീറ്റ് കവറുണ്ട്. ഇതെല്ലാം ഉള്ള ഈ മാരുതി 800 AC കാർ നമുക്ക് വെറും 75,000 രൂപയ്ക്ക് കൊടുക്കാം. ഏത് വർഷമായിരുന്നു? 2007. ഇനി 3 വർഷം പേപ്പറുണ്ട്, കൂടിയ അലോയ്സ് ഉണ്ട്, കെൻവുഡിൻ്റെ സെറ്റ്, സെൻട്രൽ ലോക്ക്. റീപ്ലേസ് ഒന്നുമില്ല. ഉറപ്പാണ്? അതെ. ഇത്രയും പഴകിയ വണ്ടിയൊക്കെ ആകുമ്പോൾ റീപ്ലേസ് എന്തെങ്കിലുമൊക്കെ കാണൂല്ലേ ചേട്ടാ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, സ്റ്റിക്കർ കാണുന്നില്ല. ബ്ലാക്ക് ഇല്ല 2007 തന്നെ ഗ്ലാസ് ആണ്. ടയറുകളെല്ലാം ടയേഴ്സ് 2 പുതിയത്, 2 മോശമാണ്. ഈ 75 എന്നുള്ളതിൽ എന്തെങ്കിലും കുറയുമോ? അതിൽ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം. 800 അല്ലേ? എന്തെങ്കിലും ആണെങ്കിൽ അലോയ്സ് ഒക്കെ കൂടിയ അലോയ്സാണ്. എന്നാ ഒരു അലോയ് ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട്, സെറ്റ് ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, സീറ്റ് കവർ ഉണ്ട്.